പിന്നെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഇവിടെ ഇതിലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പം ആസ് എ ബയ്യർ എനിക്കിവിടെ ഒരു വില്ല വാങ്ങണം. അപ്പം ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിനു വേണ്ടി എടുക്കേണ്ടത്? ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ എത്ര ചെയ്യണം? ഞാൻ പറയണതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ വില്ല ഇന്ന് കാണാൻ വന്നേക്കണവരാ. ഓക്കെ, ഇന്നെന്ന് പറയണത് ജസ്റ്റ് ഒരു തിങ്കളാഴ്ച മാത്രം ഇന്ന് ഈ വില്ല കാണാൻ വന്നേക്കണവരാണ് ഈ താഴ. ഇതിൽ നിങ്ങൾക്ക് ചുമ്മാ നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം ഇന്ത്യൻസ് ഉണ്ടെന്ന്. ഞാൻ നിങ്ങളെ ഒരു ഹൈപ്പിന് വേണ്ടിയോ നിങ്ങളിത് മേടിക്കാൻ വേണ്ടിയോ പറയണല്ല. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കിട്ടുന്ന സ്ഥലത്താണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ദുബായ് ആണോ സത്യം പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വയനാട്ടിലേക്കും പോലെ ഒരു അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോൾ നമ്മൾ ദുബായിലേക്കും പോയി കഴിഞ്ഞാൽ ഇന്ന് 44 ടെമ്പറേച്ചർ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളും മരങ്ങളും കാര്യങ്ങളും ഒരു അഡാറ് വൈബാണ് കേട്ടോ. ഇത് ഒരു വില്ലയിലോട്ടാണ് നമ്മൾ പോകണം. അതായത് ഇവിടുത്തെ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടീമുണ്ട്. അവർക്കിടെ കുറച്ച് വില്ലാസാണ്. ഇത് നമുക്കും അഫോർഡബിൾ ആണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് നടക്കില്ലാത്തൊരു കാര്യം നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത് നമുക്ക് നടപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, ഇതിൻ്റെ അകത്ത് ഏകദേശം 50,000 മരങ്ങളാണ്, 1-2 അല്ല 50,000 മരങ്ങളാണ് ഇവർ ഫിറ്റ് ചെയ്തേക്കണം. നമ്മുടെ UAE ഷാർജയിലാണിതുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയണത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയണത് ഈ കാണുന്ന മസർ, ആ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. പിന്നെ ഇവിടെ തന്നെയാണ് ഹാർട്ട് ഓഫ് ഷാർജ എന്ന് പറയണം. പിന്നെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഇതിൻ്റെ എല്ലാം സത്യം പറഞ്ഞ ഒരു നടുക്കായിട്ട് തന്നെയാണ് നമ്മുടെ ഈ സംഭവം തന്നെ. ഇത് മസാർ 2 ആണ്. ഇവർക്കടെ 2ാമത്തെ സ്റ്റേജ് ഓഫ് പ്രൊജക്റ്റാണ് ഈ വന്നത്. ഇവർക്കടെ ഫസ്റ്റ് സ്റ്റേജ് 2020 വന്ന് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്തു. ഫുൾ ഷോർട്ട് ഔട്ടായി. ഈ മസാർ 2നെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഞ്ചായി വിത്തിൻ 1 അവറിൽ ഏകദേശം 80% ഇതിലുള്ളത് ഷോർട്ട് ഔട്ടായെന്നാണ്. ഇനി നിങ്ങൾക്കിതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു വില്ല നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു വേറെ സത്യം പറഞ്ഞാൽ ഹൈലി വർത്താണ്. ഇതിൽ ഇപ്പം നമ്മൾ വിചാരിക്കും ഇന്ത്യൻസ് ആരുമില്ലാന്ന്. ഇപ്പോൾ ഈ 80% സത്യം പറഞ്ഞാൽ ഏകദേശം 20% എടുത്താണ് ഇന്ത്യൻസാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കാണെങ്കിലും ഇത് നോക്കാം. ഇത് പിന്നെ ഇവർക്കുടെ സ്കീമാണെങ്കിലും പല രീതിയിലുള്ള സ്കീമുകളുണ്ട് കേട്ടോ. ഫുൾ പേയ്മെൻ്റ് ഒന്നും നടക്കണ്ട. ഈവൻ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാവർക്കും അഫോർഡബിൾ ആണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഈവൻ നമ്മുടെ UK നമ്മളൊരു വീട് മേടിക്കണം അത്ര എക്സ്പെൻസ് നമുക്കിവിടെ വന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. കാര്യം നമ്മൾ UK ഒരു 3 ബെഡ്റൂം വീടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3.5 മില്യനാണ് വന്നത്. പക്ഷേ ഇവിടെ അത്രയും പ്രൈസിങ് വന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 1.5 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ വില്ലയുടെ അകത്ത്, ഈവൻ ഈ വില്ലയുടെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുണ്ട്, പ്ലേ ഗ്രൗണ്ട് ഒന്നല്ല, ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്, ഫുട്ബോൾ, ടെന്നീസ്, ക്രിക്കറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം നമ്മൾ കണ്ട ആ മിനിയേച്ചർ ഇവിടെ അമ്മമാർ പണിതെടുക്കും. ഇപ്പം മരങ്ങളൊക്കെ ഏകദേശം സെറ്റായി, പാർക്കിൻ്റെ പണി എല്ലാം കഴിഞ്ഞു. ഒരു വല്ലാത്ത വിഷൻ തന്നെ കേട്ടോ UAE വിഷൻ എന്ന് പറഞ്ഞാലേ ഗൈസ്. അപ്പം നമ്മൾ മസാറിൻ്റെ ഒരു വില്ലയുടെ ഒരു ഫിനിഷാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഒരു കിഡിലം പ്രോപ്പർട്ടിയാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം ഇങ്ങ് പോകുന്നോ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ, വരുമ്പോൾ തന്നെ ഒരു ലോഞ്ചാണ്, അതായത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്കിപ്പോൾ ഫാമിലി ആയിട്ടുള്ളവർക്ക് ഗ്രില്ല് ചെയ്യാനാണെങ്കിലും ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിലും പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഒരു രക്ഷയില്ലാട്ടോ മച്ചാൻ. ഇതെല്ലാം ഒരു പൊളി വൈബ്. ഇവിടുത്തെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങാം. പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇരിക്കാനുള്ള ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഓർണം മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വില്ലാസും ഈ സെയിം ക്വാളിറ്റിയും ഈ സെയിം ഇൻഫ്രാസ്ട്രക്ചറുമാണ്. പിന്നെ നമുക്കിത് ഇങ്ങനെ നമ്മൾ കയറുന്നു. നമ്മുടെ ഒരു സ്ലൈഡിങ് ഡോറാണ്, ഫുള്ള് സെൻട്രലൈസ് ആണ്. വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കയറുന്ന തന്നെ ജസ്റ്റ് ഒരു ഓപ്പൺ ഗൈസ്. ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറ് തന്നെ. ഇതിൽ 5 ബെഡ്റൂം കേട്ടോ, 5 ബെഡ്റൂം. ഓക്കെ, എല്ലാത്തിനും അറ്റാച്ച്ഡ് എന്താ പറയുക, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഓക്കെ, ബാത്റൂമൊക്കെ കിട്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ കബോർഡും കാര്യങ്ങളും ഇതിക്കാണ് കേട്ടോ ബാത്റൂം. ഫുള്ളും ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പോലെ അതിന് മേലെ. ഓക്കെ, പിന്നെ ഇതുണ്ടോ ഗ്ലാസ്സൊക്കെയും. പിന്നെ പിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കാം. പിന്നെ ഇതാണ് അടുത്തൊരു റൂം. ഇതിൻ്റെ അകത്ത് മൊത്തം എത്ര റൂമാണ് ബ്രോ? 6 ബെഡ്റൂം. ഇതൊരു 6 ബെഡ്റൂമാണ്. ഇവിടെ നിൽക്കാൻ നോക്കിയാലും അന്യായ വ്യൂ ആട്ടോ നമുക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് യാർഡ്.
നമുക്കൊരു ചെറിയ ബാൽക്കണി. ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ മച്ചനെ വൈബ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 25 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോ. നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണം നമുക്ക് ബുക്ക് ചെയ്യാം. എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇവർക്കുടെ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് കബോർഡ് അന്യായ ഫിനിഷിങ് ആട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ നിന്നും ഇതിനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതിൻ്റെ മേലെ പിന്നെ ഈ ഗ്ലാസ് ഫുള്ളും ഒരു അടിപൊളിയാണ്. ഇത് വന്ന് കണ്ടാലാണ് നമുക്ക് ഫുള്ളും വീഡിയോയിൽ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അടിപൊളി. പിന്നെ ഇതാണ് നമ്മുടെ TV ലോഞ്ച് വന്നത്. നല്ല ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. ഇതേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം. പിന്നെ എല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ എല്ലാ വാഷ്റൂമും സെയിം അല്ല കേട്ടോ, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബാത്ത് ഡബ്ബൊക്കെ വന്നിട്ടുണ്ട്, ബാത്ത് ഡബ്ബ് കാര്യങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ. ഇവിടെ നമുക്ക് TV ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 3 റൂമിന് ബാൽക്കണി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ മസറിൻ്റെ വില്ല കണ്ടു, ഒരു കിട്ടിലനാണല്ലേ. അപ്പം നമുക്കിനി ഇതെങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് എന്താ പറയണ, ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും അതിൻ്റെ ഫീച്ചേഴ്സും ആയിട്ട് നമ്മുടെ മുമ്പിൽ ഹാഫിസ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു പിക്ചർ നമുക്ക് തരാൻ വേണ്ടി. നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ബേസിക്കലി വരുന്നത് ഷാർജ എമിറേറ്റ്സ് റോഡിലോട് ഡയറക്റ്റ് എൻട്രി വരുന്നൊരു പ്രോജക്റ്റാണ്. ഷാർജയിൽ തന്നെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഇവിടെ ഉള്ളൂ. അതിലൊരു നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. അറൗണ്ട് 2500ഓളം ഹോംസ് വരുന്നുണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലഷ് ഗ്രീൻ ആ ഒരു ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ദുബായിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ അതിൽ ഗ്രീനറി കൊണ്ട് പാക്ക് ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സോ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, അതുപോലുള്ള ഒരു കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള ഒരു പീസ് ഓഫ് ലിവിങ് ആണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അമ്യൂണിറ്റീസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിതിലൊരു വാട്ടർഫോൾ വരുന്നുണ്ട്. അറൗണ്ട് ഒരു 200 കപ്പാസിറ്റി, സിംഗിൾ ടൈമിൽ 200 കപ്പാസിറ്റി വരുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ വിത്ത് ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ടൗൺ ഹൗസസും വില്ലാസുമാണ് കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റി നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് 2 ബെഡ്റൂം ടൗൺ ഹൗസും അപ് ടു 6 ബെഡ്റൂം വില്ല വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസും ഉണ്ട്. സോ ഇത് മസാർ 1 കമ്മ്യൂണിറ്റിയാണ്. സോ നമ്മുടെ അപ്കമിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മസാർ 2 ആണ്. മസാർ 2ൽ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ലൊക്കേഷനാണ് ഹൈലൈറ്റ്. നമുക്ക് എയർപോർട്ടിലോട്ടുള്ള ഒരു പ്രോക്സിമിറ്റി, ഒരു എൻഡ് യൂസർ എന്നുള്ളൊരു കോൺസെപ്റ്റിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലും 2 രീതിയിലും നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇപ്പം ആസ് എ ബയ്യർ എനിക്കിവിടെ ഒരു വില്ല വാങ്ങണം. അപ്പം ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിനു വേണ്ടി എടുക്കേണ്ടത്? ഒരു ഇനിഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ എത്ര ചെയ്യണം? ബേസിക്കലി നമുക്ക് ദുബായിൽ പ്രോപ്പർട്ടീസ് നമുക്ക് അറൗണ്ട് വേൾഡ് എവിടേക്കും നമുക്ക് വിസിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളൊരു പേയ്മെൻറ്റ് ലിങ്ക് ത്രൂ ആണ് എല്ലാ ട്രാൻസാക്ഷൻസും നടത്തുന്നത്. സോ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസും ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസും ഉണ്ട് ദുബായിൽ. സോ ഇത് നമ്മൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരുന്നതാണ്. സോ ദ ഓണർഷിപ്പ് വിൽ ബി അൺലിമിറ്റഡ്. നമ്മളായിട്ട് ബന്ധപ്പെടുക. പിന്നെ അതിന് നമുക്കൊരു ഓൺലൈൻ മീറ്റിംഗോ സൂം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയും അതിൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റ് ഏത് പൊസിഷനിലാണ് ഉള്ളത് നമ്മൾ എക്സാക്റ്റ് പറഞ്ഞു തരും. ഈ പ്രോജക്റ്റിലോട്ട് വരാനായിട്ട് ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ട് ദുബായിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയാം. നമ്മളൊരു ഡെവലപ്പിംഗ് സോണാണിപ്പോൾ. അതായത് വളരെ സ്പീഡായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫേസിലാണ് ഇപ്പോൾ ദുബായ് ഉള്ളത്. സോ നെക്സ്റ്റ് ഒരു 2040 വിഷൻ്റെ ഒരു പ്ലാനിങ് ആയിട്ട് പോപ്പുലേഷൻ ഡബിൾ ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ഒരു ഇതിൽ അവരുള്ള അതിൻ്റെ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ദുബായിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വൈസായിട്ട് നമ്മൾ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലൊരു പ്രോപ്പർട്ടി മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും വളരെ സിമ്പിളാണ്. ദുബായിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ആയാലും ടാക്സ് ആയാലും കമ്പയറിങ് ടു ദ അതർ കൺട്രീസ് വളരെ ഈസിയാണ്. ഈസി ആൻഡ് ഓപ്പൺ മാർക്കറ്റാണ് ദുബായ്. പിന്നെ നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് ഇവിടെ ഇതിലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും യൂണീക്കായിട്ട് തന്നെ ഇരിക്കും. കാരണം ഇത് നമ്മുടെ ഒരു ഗവൺമെൻറ് ഡെവലപ്പറാണ്. അപ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. ക്വാളിറ്റി, ഫിനിഷ്,
കമ്പാരിറ്റീവ്ലി ഇത് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ഡെവലപ്പറാണ്. ഇപ്പം ഹാഫിസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദുബായിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. കാരണം ഇപ്പം തന്നെ മസർ 1 അത് മേടിച്ചവർക്ക് അറിയാം ഇപ്പം അതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ള. UAE പോലുള്ള ഒരു ഹോട്ട് ക്ലൈമറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ ഇത്ര നേരം ഞാൻ നടന്നിട്ട് നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. ഞാൻ ഒരു ഭയങ്കര ഓപ്പണായിട്ട് പറയാം, നമ്മുടെ വയനാട് നമ്മൾ പോയി ആ വയനാട്ടിൽ കൂടെ നടക്കണ ഒരു ഫീലുണ്ടല്ലോ, ഫുള്ള് ചുറ്റിനും മരങ്ങളും കാര്യങ്ങളും, ആ ഒരു ഫീലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയണതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ വില്ല ഇന്ന് കാണാൻ വന്നേക്കണവരാ. ഓക്കെ, ഇന്നെന്ന് പറയണത് ജസ്റ്റ് ഒരു തിങ്കളാഴ്ച മാത്രം ഇന്ന് ഈ വില്ല കാണാൻ വന്നേക്കണവരാണ് ഈ താഴെ. ഇതിൽ നിങ്ങൾക്ക് ചുമ്മാ നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം ഇന്ത്യൻസ് ഉണ്ടെന്ന്. ഞാൻ നിങ്ങളെ ഒരു ഹൈപ്പിന് വേണ്ടിയോ നിങ്ങളിത് മേടിക്കാൻ വേണ്ടിയോ പറയണില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഇന്ത്യൻസിക്ക് ഇത്ര അധികം ഒരേ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളത്. സത്യം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസാണ് അവരിപ്പോൾ ഹിന്ദി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ ഡ്രസ് കോഡ് വെച്ച് ഞാൻ കമ്പാരിസൺ പറയുന്നില്ല, പക്ഷെ നമ്മൾ അവിടെ നിന്നിപ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇത് നോക്കണ്ട്, ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത് വലിയൊരു വലിയൊരു ബാലകേറാമലയൊന്നുമല്ല. നമുക്ക് ജസ്റ്റ് ഒരു 25 lakhs ഇന്ത്യൻ മണി ഫസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് അതിന് മുമ്പോട്ടുള്ള പ്രൊസീജിയറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ ഹാഫിസ് ബ്രോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇതൊരു വെർത്താണ്. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.